ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫിനോമിനൻ ഒരു ഫിനോമിന ഒരു സ്പേസിൽ നടന്നു എന്ന് കരുതുക. നമ്മളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫ്രെയിമിൽ നിന്ന് നോക്കുന്നത്. ഇപ്പോൾ ഒരു ഗാലക്സീൻ്റെ ഒരു സ്ഫോടനം എന്തെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂണിൽ നിന്നോ നോക്കുവാണെങ്കിൽ അത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിനോമിനൻ നമുക്ക് എന്താക്കാൻ പറ്റും, നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കിയിട്ട് എന്താക്കാം, അടുത്ത ഫ്രെയിമിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി കറക്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, ദ ഇക്വേഷൻ റിലേറ്റിംഗ് ദ ടു സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ് ഓഫ് ദ ഇവൻറ്റ് ഇൻ ദ ടു ഫ്രെയിംസ് ആർ കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ആ ഇവൻറ്റിനെ ആ ഒരു ഫ്രെയിമിലെ കോർഡിനേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫ്രെയിമിൽ നടന്ന ആ ഒരു ഇവൻറ്റിനെ നമുക്ക് അടുത്ത ഒരു ഫ്രെയിമിലെ കോർഡിനേറ്റുമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൻ നമുക്ക് അടുത്ത ഫ്രെയിമിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് എന്താക്കാൻ പറ്റും, വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്ന രണ്ട് ഫ്രെയിമും അത് ഇനേർഷ്യൽ ആണെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനാണ് നമ്മൾ സാധാരണ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ ആ ഫ്രെയിമിനെയാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെന്ന് കരുതുക. ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കണക്ട് ചെയ്യുന്നത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിനെ ആയിരിക്കും. ആ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ സാധാരണ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്നാണ് നമ്മൾ പറയുക. ഇത് നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇവിടെ രണ്ട് ഇനേർഷ്യൽ ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ എസും എസ് ഡാഷും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് ഇനേർഷ്യൽ ഫ്രെയിം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് ഒറിജിൻ എസിൻ്റെ ഒറിജിൻ ഒയും എസ് ഡാഷിൻ്റെ ഒ ഡാഷും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ടൈം 0 ആണെന്ന് കരുതുക. ടൈം 0 ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് ഒറിജിൻ എന്തായിരിക്കും, ഒയിലാണ് വന്നു ചേരുക. ഈ ഒ ഡാഷും കറക്റ്റ് ഒയിലാണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം വി വെലോസിറ്റിയിൽ, യൂണിഫോം വെലോസിറ്റി വിയിൽ മൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ടൈം 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഒ ഡാഷ് നേരെ വന്നിട്ട് ഓയിൽ കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. ടൈം 0 ആകുമ്പോൾ എന്തായിരിക്കും, ഈ ഒ ഡാഷ് നേരെ എവിടെയാണ് ഉണ്ടാവുക, ഓയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ഡാഷ് വി വെലോസിറ്റിയിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ടുള്ള യൂണിഫോം വെലോസിറ്റി ആയിട്ടുള്ള വിയിൽ നേരെ എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഇനി അവിടെ കാണുന്ന ആ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഇവന്റ് ഒക്കർ ചെയ്യാന്ന് കരുതുക. ആ പി എന്ന് പറയുന്നതിൻ്റെ എസ് ഫ്രെയിമിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ കോമ സെഡ് കോമ ടി ആണ്. അതുപോലെ തന്നെ ആ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ എസ് ഡാഷ് ഫ്രെയിമിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം കോമ ടി പ്രൈം എന്നതാണ് അതിൻ്റെ എസ് ഡാഷിലെ കോർഡിനേറ്റ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എന്താക്കണം, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാക്കണം. ഇനി നമ്മളോട് നോക്കുവാണെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു സമയത്ത് പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇവന്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എസ് ഡാഷ് വി വെലോസിറ്റിയിൽ അഡ്വാൻസ് ചെയ്ത് പോകുന്നുണ്ട് എക്സ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ അതിൽ കവർ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ടി ആയിരിക്കും, അത് കവർ ചെയ്ത് പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫ്രെയിമിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് നോക്കുമ്പോൾ, ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം നമുക്കറിയാം ആ ഇവന്റ് നടക്കുന്നത് രണ്ട് ഫ്രെയിമിൽ ഒറ്റ ടൈമിലാണ്. കാരണം ടി എന്ന് പറയുന്ന ടൈമിലാണ് ആ ഇവന്റ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും, എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് പി ടി എന്ന് നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര അഡ്വാൻസ് ചെയ്ത് പോയി.
പക്ഷെ ഇവിടെ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ വൈ ആയിരിക്കും. കാരണം വൈയിൽ എന്തില്ല? വേറെ എന്തില്ല? നമ്മളിവിടെ നോക്കുവാണെങ്കിൽ വൈയിൽ വേറെ എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതുപോലെ തന്നെ സെഡിലും എന്തില്ല? വേറെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ സെഡ് ഡാഷ് ഈസ് ഈക്വൽ ടു സെഡ് എന്നും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ പറഞ്ഞു ആ ഇവന്റ് പിയിൽ നടക്കുന്നത് സെയിം ടൈമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താക്കാൻ പറ്റും? ടൈമും എന്താണ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷനെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് എന്ത്? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ പറയാറ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് നമ്മൾ പറയാറ്. ഇനി വേണമെങ്കിൽ നമ്മൾ ഇതിനെ എക്സുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വേറെ എഴുതാൻ വേണ്ടി നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വി ടി എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ് അല്ലെങ്കിൽ സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഇക്വേഷൻ നമ്മൾ സാധാരണയായിട്ട് പറയാം ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയുക. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നാണ് നമ്മൾ സാധാരണ ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്താക്കേണ്ടതാണ്? ഓർത്തു വെക്കേണ്ടതാണ്. കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. അതെന്താണ്? എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ആണെന്ത്? എക്സ് ഡാഷ്. വൈ ഡാഷിലും അല്ലെങ്കിൽ വൈയിലും സെഡിലും എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ടൈമിൽ എന്താ പറയുക? പി എന്ന് പറയുന്ന പോയിന്റിൽ ഇവന്റ് ഒക്കർ ചെയ്യുന്ന ടൈം എന്താണ്? സെയിം ആണ്. സൈമൾട്ടേനിയസ് ആയിട്ടാണ് രണ്ട് ഫ്രെയിമിൽ എന്താക്കുന്നത്? ഇവന്റ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ടൈമും പിന്നെന്താണ്? ഇവിടെയുള്ള സെഡിലും വൈയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. അതുകൊണ്ട് വൈ ഡാഷ് ഈസിക്കൽ ടു വൈ, സെഡ് ഡാഷ് ഈസിക്കൽ ടു സെഡ്, ടി ഡാഷ് ഈസിക്കൽ ടു ടി എന്ന് നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിലുള്ള വെലോസിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കാണണം. അതുപോലെ തന്നെ ആക്സലറേഷന്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കാണണം. ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കാണണം. ഗലീലിയൻ ആക്സലറേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്കിവിടെ കാണണം. നമുക്കത് കണ്ടു നോക്കാം. ഇവിടെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കാണാനായിട്ട് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇത് നമ്മൾ എന്താക്കുക? ഇത് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിന് എന്താക്കിയത്? ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുക ഡി എക്സ് ഡാഷ് മൈനസ് ഡി ടി ഡാഷ്. അതെന്താണ്? കാരണം ഇവിടെ എക്സ് ഡാഷ് എടുത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ടൈം എന്താണ്? ടി ഡാഷ് എടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് മൈനസ് ഡി ടി മൈനസ് വി ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ ഡി എക്സ് ഡാഷ് മൈനസ് ഡി ടി ഡാഷിൽ നമുക്ക് വേണമെങ്കിൽ യു എക്സ് ഡാഷ് എന്നുള്ളത് യു സഫിക്സ് എക്സ് ഡാഷ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ യു എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഇതാണ് ഇതിൻ്റെ എന്ത്? ഇത് നമ്മൾ നേരത്തെ ഇത് ആദ്യം നമ്മളിവിടെ കണ്ടുപിടിച്ച എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. അതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക. അത് നമ്മൾ ഇവിടെ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ നിന്നിട്ടും ഡി വൈ ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്നാണ് കിട്ടുക. അതിന് നമുക്ക് യു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു യു വൈ എന്നും അതുപോലെ തന്നെ സെഡിനാണെങ്കിൽ നമുക്ക് യു സെഡ് ഡാഷ് ഈസ് ഈക്വൽ ടു യു ഇസെഡ് എന്നും. ടൈമിന് നമ്മളിവിടെ എന്താക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്? ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് എന്നേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ എന്താക്കുന്നത്? ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മളിവിടെ പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലീലിയൻ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്കിവിടെ എന്താക്കണം? കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താക്കിയാൽ മതി? ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്താക്കിയാൽ മതി? ഒന്നും കൂടെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താക്കിയാൽ മതി? എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിന് കിട്ടുന്നത് ആദ്യം ഇവിടെ എടുക്കുവാണെങ്കിൽ ഡു ഡി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി യു എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി മൈനസ് വി ബൈ ഡി ടി എന്നാണ് ഇവിടെ കിട്ടുക.
പക്ഷേ ഡി വി ബൈ ഡി ടി നമ്മൾ ആദ്യം പറഞ്ഞു ഈ എസ് എന്ന് പറയുന്ന ഫ്രെയിം മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, വി എന്തായി പോകും, അവിടെ വിനെ ഡി വി ബൈ ഡി ടി എടുത്ത് കഴിയുമ്പോൾ എന്തായി പോകും, 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഈ ഡി യു എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് നമുക്ക് വേണമെങ്കിൽ ആ എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമിലെ ആക്സലറേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം, അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം എ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എ എക്സ് എന്നിട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വരിക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും കിട്ടും എ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു എ സഫിക്സ് വൈ ആണ്, എ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു എ വൈ എന്ന് കിട്ടും. അതുപോലെ തന്നെ എ സെഡ് ഡാഷ് ഈസ് ഈക്വൽ ടു എ ഇസഡ് എന്ന് നമുക്കിവിടെ കിട്ടും. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ ഗലീലിയൻ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി ഒക്കെ എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷേ ആക്സിലറേഷന് മാത്രം എന്തില്ല, മാറ്റമില്ല. കാരണം എ എക്സ് ഡാഷ് ഈസിക്കൽ ടു എ എക്സ് ആണ്, എ വൈ ഡാഷ് ഈസിക്കൽ ടു എ വൈ ആണ്, എന്നാൽ എ ഇസഡ് ഡാഷ് ഈസിക്കൽ ടു എ ഇസഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത അതേ കണ്ടീഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എടുത്ത രണ്ട് ഫ്രെയിമും എന്താണ്, ഇനേർഷ്യൽ ആണെന്നാണ് പറഞ്ഞത്. കാരണം എസ് ഡാഷ് മൂവിങ് വിത്ത് എന്താണ്, കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിം എന്തായിരിക്കും, ഇനേർഷ്യൽ ആയിരിക്കും. അപ്പോൾ എന്താണ് എ എക്സ് ഡാഷ് ഈസിക്കൽ ടു എ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും അതിൻ്റെ ആക്സിലറേഷന് വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്താണ്, നോൺ ആക്സിലറേറ്റിംഗ് ആണ്, അത് ഇനേർഷ്യൽ ഫ്രെയിം ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്കൊന്ന് കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്താണ്, ആക്സിലറേഷൻ എന്താണ്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താക്കുന്നില്ല, മാറ്റം ഉണ്ടാക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻവേരിയൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണെന്ത്, ആക്സിലറേഷൻ. കാരണം എന്തല്ല, ആക്സിലറേഷന് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താക്കുന്നില്ല, മാറ്റം വരുന്നേ ഇല്ല. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ എന്താക്കുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് എന്താ പറയുക, ആക്സിലറേഷൻ ഈസ് ദ ഗലീലിയൻ ഇൻവേരിയൻ്റ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. എന്താണ്, ആക്സിലറേഷൻ ഈസ് ദ, ഇതെന്താണ്, ആക്സിലറേഷൻ ഈസ് എന്താണ്, ഗലീലിയൻ ഇൻവേരിയൻ്റ് ക്വാണ്ടിറ്റി, ഗലീലിയൻ ഇൻവേരിയൻ്റ് ക്വാണ്ടിറ്റി എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, ഗലീലിയൻ ഇൻവേരിയൻ്റ് ക്വാണ്ടിറ്റി ആണെന്ത്, ആക്സിലറേഷൻ. അപ്പം എന്താക്കില്ല, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താക്കില്ല, ആക്സിലറേഷൻ എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. ആക്സിലറേഷൻ എന്താണ്, ഇൻവേരിയൻ്റ് ആണ്. ഓക്കെ, അപ്പം ആക്സിലറേഷൻ ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അവിടെ ഇപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ആകെ മാറുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ വെലോസിറ്റിയാണ് മാറുക, ആക്സിലറേഷൻ ഉണ്ടാവില്ല, മാറില്ല. അത് പറയാനുള്ള കാരണം നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കണക്റ്റിംഗ് ബിറ്റ്വീൻ എന്താണ്, ടു ഇനേർഷ്യൽ ഫ്രെയിംസ്, അല്ലെങ്കിൽ ഇക്വേഷൻ കണക്റ്റിംഗ് ടു ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻസ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും വെലോസിറ്റിൻ്റെയും ആക്സിലറേഷൻ്റെയും. ഇനിയിവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ എനി ഫ്രെയിമിൽ, ഇപ്പോൾ ഏതൊരു ഫ്രെയിം നോക്കുവാണെങ്കിൽ, ഏത് ഫ്രെയിമല്ല, ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ കേസ് നോക്കുവാണെങ്കിലും ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് യു എക്സ് ഡാഷ് ഈസിക്കൽ ടു വി എക്സ് മൈനസ് വി എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എന്താക്കാം, എക്സ് വൈ സെഡ് ഡാഷ് അങ്ങനെയുള്ള എക്സ് വൈ സെഡ് അതിലുള്ള എല്ലാ കമ്പോണൻറ്റും നമുക്കിവിടെ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ജനറൽ കേസ് ആണെങ്കിൽ നമ്മൾ സാധാരണ അതിന് എഴുതുക, വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ സാധാരണ വെക്റ്റർ ഫോമിൽ എഴുതുന്നത് യു ഡാഷ് വെക്റ്റർ യു ഡാഷ് ഈസ് ഈക്വൽ ടു യു മൈനസ് വെക്റ്റർ വി എന്നാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതുക. ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയുന്നത്, ദ ജനറൽ ഫോം ഓഫ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അതാണ് ജനറൽ ഫോം ഓഫ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഇതിൻ്റെ ഗലീലിയൻ കേട്ടോ, ജനറൽ ഫോം ഓഫ് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അതാണ് എന്ത്, ഈ ഒരു സംഭവമാണ് എന്ത്, ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ജനറൽ ഫോം ഓഫ് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് നമ്മൾ എഴുതിയത് യു ഡാഷ് വെക്റ്റർ യു ഡാഷ് ഈസ് ഈക്വൽ ടു
വെക്റ്റർ യു മൈനസ് വി വെക്റ്റർ വി എന്നാണ് നമ്മൾ ജനറൽ ഫോം എഴുതിയത്. ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു പാർട്ടിക്കിളിൻ്റെ കേസ് നമ്മൾ എന്താക്കുക കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മളൊരു ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾ അതിൻ്റെ വെലോസിറ്റി ഏകദേശം എന്താ പറയുക ലൈറ്റിൻ്റെ വെലോസിറ്റിയോട് അപ്രോക്സിമേറ്റ് ആണെന്ന് കരുതുന്നത്. ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മളിവിടുത്തെ ഈ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു ഇക്വേഷനിൽ നമുക്കിവിടെ ചേഞ്ച് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് ഒക്കെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ എന്താക്കുക ഒരു എക്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിളാണ് അതിൻ്റെ യു ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും സി ഡാഷ് ആയിരിക്കും. കാരണം വെച്ചാൽ സി എന്ന് പറയുന്ന വെലോസിറ്റീൻ്റെ അത്ര ഉള്ളൊരു ഫാസ്റ്റ് മൂവിങ് ആണ്. അതിൽ എക്സ് ഡാഷ് എന്നുള്ള ഫ്രെയിമിൽ അതിൻ്റെ വെലോസിറ്റി സി ഡാഷ് ആണ്. അതുപോലെ തന്നെ യു ഓഫ് എക്സ് എന്ന് പറയുന്ന യു എക്സ് എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന അതിലുള്ള വെലോസിറ്റി സി ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള വെലോസിറ്റി എന്താണ് സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇക്വേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് യു ഓഫ് എക്സ് ഡാഷ് എന്നുള്ള സാധനം എന്താണ് സി ഡാഷ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് സി ഡാഷ് ഈസ് ഈക്വൽ ടു യു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ്. സി മൈനസ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ലൈറ്റിൻ്റെ വെലോസിറ്റി ആണ്. ഇതെന്താണ് ലൈറ്റിൻ്റെ വെലോസിറ്റി, ഇത് മറ്റത് മൈനസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫ്രെയിമിൻ്റെ വെലോസിറ്റി. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്കിവിടെ കിട്ടുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്താക്കും ഫ്രെയിമിനനുസരിച്ച് മാറുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ കിട്ടുക. കാരണം വെച്ചാൽ സി ഡാഷിലുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സി മൈനസ് വി ആണ്. പക്ഷെ നമുക്കറിയാം ലൈറ്റിൻ്റെ വെലോസിറ്റി എന്താണ്, എല്ലാ ഫ്രെയിമിലും എന്താണ് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്താണ് 3×10⁸ ആണ്. 3×10⁸ ആണ്. അതിന് എന്തല്ല ഒരു മാറ്റമില്ല. അത് റിലേറ്റിവിറ്റീൻ്റെ എന്താണ് പോസ്റ്റുലേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്ത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ എന്താണ് ഈ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ പോസ്റ്റുലേറ്റ് എന്താക്കുന്നില്ല, അത് ട്രൂ ആയിട്ട് എന്താക്കുന്നില്ല ഹോൾഡ് ചെയ്യുന്നില്ല. ഈ ഒരു കേസിൽ എന്താക്കും ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താക്കില്ല പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്താക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിം വരുമ്പോഴും എന്താക്കുക അതിൻ്റെ ലൈറ്റിൻ്റെ വെലോസിറ്റി ഓരോ ഫ്രെയിമിലും എസ്സിലും എസ് ഡാഷിലും ഒക്കെ എന്തായിരിക്കും വ്യത്യാസമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. കാരണം ലൈറ്റിൻ്റെ വെലോസിറ്റി എല്ലാ ഫ്രെയിമിലും എന്താണ് കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് നമ്മൾ റിലേറ്റിവിറ്റിയിലെ പോസ്റ്റുലേറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്തായി പോകും, ഫെയിൽ ആയി പോകും. അത് നമുക്ക് എന്താക്കില്ല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല.